എനിക്ക് വേണ്ടി നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയോ? താങ്ക് യു സോ മച്ച് മുത്തശ്ശ. വിഷയം മാറ്റാനൊന്നും നോക്കണ്ട. നിനക്കിപ്പോ പോയേ പറ്റുന്നതാണെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്താ അത്? ഒരു കല്യാണം കഴിച്ചിട്ട് പോയിക്കോ. മുത്തശ്ശ കറക്റ്റ് പോയിന്റ് അപ്പൂപ്പ. ഒന്നുകൂടെ പറ. അയ്യോ, നീ ആരുടെ രാമഭക്തൻ ഹനുമാനോ? അതുകൂടെ അപ്പൂപ്പ, നിങ്ങളുടെ മോൻ വന്നതല്ലേ, എന്താണ് ഇനി പരിപാടി? എന്ത് പരിപാടിയാ വേണ്ടത്? എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞാ നീ പിന്നെ പാർട്ട്ണർ. എന്ത് പറഞ്ഞു? എഴുതിത്തരാം. ഹേയ് സൂര്യ, അതെല്ലാം പിന്നീട്. റാം വന്നിട്ടുണ്ടല്ലോ, പോയി സംസാരിച്ചാലോ? വേണ്ട, ആദ്യം ചേച്ചിയോട് ചോദിക്കാം. എന്തായിരിക്കും സംസാരിക്കുന്നത്? ആദ്യം മുത്തശ്ശൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി കേക്ക് മുറിക്കാം. ഈ കേക്ക് എന്റെ മോൻ തിന്നാലുണ്ടല്ലോ, കല്യാണത്തിന് സമ്മതമാണെന്ന് അർത്ഥം. കല്യാണോ? ഓഹോ, ഈ കാര്യം എന്തായാലും ചേച്ചിയോട് പറഞ്ഞേ പറ്റൂ. ചേച്ചി, 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 അത് റാം. അവന്റെ പേരിവിടെ മിണ്ടിയേക്കരുത്. അവന്റെ പേര് ഈ വീട്ടിലൊരു മനുഷ്യനും ഉച്ചരിക്കാൻ പോലും പാടില്ല. അതല്ല ചേച്ചി, റാം വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഭാർഗവി അമ്മ എവിടെ? ഭാർഗവി 24 മണിക്കൂറും പൂജാമുറിയിലല്ലേ. ഇപ്പൊ നിന്നെ കണ്ടാലെങ്കിലും ഇറങ്ങി വരുമായിരിക്കും. നിന്നെ പൂജിച്ചിട്ട് നീ തന്നൊരു വിഘ്നമാവുകയാണല്ലോ ശ്രീരാമ. നിന്റെ പേരാ അവനുമുള്ളത്. അതുകൊണ്ട് നിന്നെയും എനിക്ക് വെറുപ്പാണ് രാമ. അവൻ എവിടെയാണുള്ളത്? അത് അച്ഛന്റെ റൂമിലുണ്ട്. അപ്പോ അപ്പോ നിന്റെ അമ്മയ്ക്ക് നീ വന്നത് മനസ്സിലായിട്ടുണ്ട്. വേഗം പോയി കാണാൻ നോക്ക്, വേഗം. ദാ വരുന്നു. ഹായ് മേമ. ഹായ്, ഹലോ. ഹായ് റാം. നിന്റെ സ്ഥാനം അവിടെയല്ല. മേമ, എന്റെ ശാപം നിന്നെ എപ്പോഴും പിന്തുടരും രാമ. എന്താ പിന്നെ വിശേഷം? പോടാ, നീ എന്നോട് മിണ്ടിപ്പോവരുത്. എന്താ എന്റെ മേമയ്ക്ക് എന്നോട് ദേഷ്യോ? നീ എന്റെ മോനല്ല മുത്തച്ഛന്റെ മോനാണെന്ന് പ്രൂവ് ചെയ്തല്ലോ. വന്നിട്ട് നേരെ മുത്തച്ഛനെ കാണാനാണോ പോവേണ്ടത്? സോറി 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 സോറി, ഐ എം സോ സോറി മേമ. ഓക്കെ, നിന്റെ സോറി നീ നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. അല്ല, എന്നോട് സംസാരിക്കാനായിട്ട് നിനക്കൊരു 10 മിനിറ്റ് പോലും ഇല്ലല്ലോ. ഇനി ഇപ്പൊ ഞാൻ എങ്ങാനും നിന്നെ വിളിച്ചാ നിന്റെ ഫോൺ എടുക്കുന്നത് ഏതോ ഒരു അശോകായിരിക്കും. അല്ല, ആരാടാ ഈ അശോക്? നിന്റെ ഫോൺ കോൾ എന്തിനാടാ ഏതോ ഒരു അശോക് എടുക്കാൻ പോകുന്നത്? അല്ല, അതിരിക്കട്ടെ, ഞാൻ ഫോൺ ചെയ്യുന്നുള്ള കാര്യം നിനക്കറിയാലോ. ഒരാള് നിന്നെ ഫോൺ ചെയ്ത് കഴിഞ്ഞാ ഒന്ന് തിരിച്ചു വിളിക്കെങ്കിലും വേണ്ടേ? അല്ല, എന്താ ഞാൻ ഈ കാണുന്ന കോലം? അല്ല, നിനക്കൊന്നും തിന്നെ കിട്ടുന്നില്ല അവിടെ. തിന്നും അങ്ങനെ തിന്നതുകൊണ്ടാണല്ലോ നീ ഈ കോലത്തിലായത്. മേമ മേമ മേമ, 3 വർഷത്തെ കാര്യങ്ങളല്ല ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കാതെ ഞാനിങ്ങ് വന്നില്ലേ. വേദവാക്ക് പറയുന്നത് നിർത്ത് പ്ലീസ്. അതേടാ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് വേദമാണല്ലോ. ശരി, വിട്. എന്റെ ചക്കരക്കുട്ടിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. താങ്ക് യു സോ മച്ച് മേമ. അശോക്, നീയും വന്നിരുന്നോ?
രണ്ടുപേരും ചക്കര അടയും പോലെയാ. ഒരാളില്ലാതെ മറ്റൊരാളെ എങ്ങും പോവില്ല. എടാ, നിങ്ങൾ വരുന്ന നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ ഒരു നല്ല പാർട്ടി ഏർപ്പാട് ചെയ്യായിരുന്നു. എന്താ അമ്മാവ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നമ്മുടെ അപ്പുവിന്റെ ബർത്ത്ഡേ വെറുതെ വിടാൻ പറ്റുമോ നമുക്ക്? പാർട്ടിക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തിട്ടുണ്ട്. ഓഹോ, അപ്പൊ ചേച്ചി വിമൻസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയതിന് ഫ്രണ്ട്സിന് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്ന പാർട്ടി ഇപ്പൊ റാമിന്റെ ബർത്ത്ഡേ പാർട്ടിയാക്കി മാറ്റിയോ ഈ ചേച്ചി? വല്ലാത്തൊരു ബുദ്ധി തന്നെ. അതാണ് ഞാനും അവളും തമ്മിലുള്ള വ്യത്യാസം. അതാ, ഞാനൊരു കാര്യം മനസ്സിൽ കണ്ടപ്പോഴേക്കും നീ അത് മാനത്ത് കണ്ടില്ലേ? ഗ്രേറ്റ് ഗ്രേറ്റ് മോളെ. ഇതൊക്കെ അത്ര വലിയ കാര്യാണോ? അതൊക്കെ അവിടെ നിക്കട്ടെ. ഇവനിരിക്കുന്ന കോലം കണ്ടില്ലേ? ഒരു മരക്കൊള്ളി പോലെയല്ലേ നിക്കുന്നെ. ആദ്യം തന്നെ ഇവന് ദൃഷ്ടിപൂജ ചെയ്യണം. ആരുടെയൊക്കെ കണ്ണു പെട്ടിട്ടുണ്ടോ എന്തോ. നീ നടക്ക. ഒന്നും മിണ്ടാതെ അങ്ങോട്ട് നടക്കടാ. നടക്ക, ഒന്ന് വേഗം. ഇവനെ പെറ്റ അമ്മയെ ദൈവം നേരത്തെ വിളിച്ചു. പക്ഷെ അതേ ദൈവം തന്നെ അവൻ എന്റെ ഭാർഗവിയെ കൊടുത്തു, എന്റെ രാമന്റെ സ്വന്തം അമ്മയായിട്ട്. Thank you so much. See, ये chocolate super. ഇതെന്നെ മുത്തശ്ശൻ തന്ന സ്പെഷ്യൽ ചോക്ലേറ്റാ. മാം, താങ്ക് യു. ദൈവം നിനക്ക് നല്ലത് മാത്രമേ വരുത്തൂ. താങ്ക് യു മാം. അയ്യോ മാം, വേണ്ട, കഴിക്കാൻ പറ്റില്ല. അതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. ഇന്ന് നിന്റെ സ്പെഷ്യൽ ഡേ അല്ലേ. ഇന്ന് ഒരെണ്ണൊക്കെ കഴിക്കാം. ഒന്നും വരില്ല കേട്ടോ. ഞാനേ ചോക്ലേറ്റ് തിന്നാലേ അമ്മേനെ പറ്റിക്കുന്ന പോലെ ആവില്ലേ? നിങ്ങളൊക്കെ കഴിച്ചില്ലേ? അത് മതി. ഇന്ന് കേക്ക് ഡേയാ. ഞാൻ കേക്ക് കഴിക്കും. ഇന്ന് സന്ധ്യക്ക് സീതമ്മ കേക്കും കൊണ്ടുവരും. ഗുഡ് ഗേൾ. യുവർ മമ്മി സോ ലക്കി. താങ്ക് യു മാം. നായക്കണ്ണ്, നരിക്കണ്ണ്, നാട്ടുകാരുടെ കണ്ണ്, അങ്ങനെ എല്ലാ കണ്ണിന്ന് രക്ഷിക്കണേ. ആക്ക്. എന്തിനാ മേമ ഇതെല്ലാം? മര്യാദക്ക് ചെയ്യുന്നുണ്ടോ? ഞാനെന്താ പെൺകുട്ടിയാ ഇത്ര ആൾക്കാരുടെ കണ്ണു പതിയാൻ? ഒരു പെൺകുട്ടിയായിരുന്നെങ്കിലേ ഈ സമയം കൊണ്ട് കല്യാണമെങ്കിലും കഴിപ്പിക്കായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയേനെ. നോക്കടാ, എത്ര കണ്ണാ കൊണ്ടിട്ടുള്ളെന്ന്. നീ ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു രസമില്ലടാ. അപ്പു, നിനക്കിനി ഇവിടെ നിന്നൂടെ? മേമ, ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞ? നിങ്ങളെന്ന് വെച്ചാ അതെന്താ? ഇത് തന്നെയാണോ മുത്തശ്ശനും പറഞ്ഞത്? അയ്യോ, പറഞ്ഞതല്ല, വാശി പിടിക്കുക. ഊഹിച്ചു. മുത്തശ്ശൻ എന്തായാലും ഇക്കാര്യം നിന്നോട് പറയുന്നുള്ളത് എനിക്കറിയായിരുന്നു. നന്നായിടാ. റാം, നീ ഇവിടെ തന്നെ നിക്കടാ. ഹേയ് മേമ, നിങ്ങൾക്കറിയാവുന്നതല്ലേ എനിക്കിവിടെ അധികം നാൾ നിൽക്കാൻ പറ്റില്ലെന്ന്. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. എനിക്കത് അറിയാടാ റാം. പക്ഷെ നീ ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് തന്നെ പോകുമ്പോ വിഷമാവില്ലടാ. നീ ഞങ്ങളെ പറ്റിയൊന്ന് ആലോചിച്ച് നോക്കിയേ. അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ചയിലും. മേമ, 2 ആഴ്ചയോ? ഇംപോസിബിൾ. ശരി, സാരമില്ല. നീ ഒരു 2 ദിവസമെങ്കിലും നിന്നിട്ട് പോ. മുത്തശ്ശനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ശരി, നിങ്ങൾക്ക് വേണ്ടി 2 ദിവസം. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എന്നെ നിർബന്ധിക്കാൻ നിൽക്കരുത്. ഓക്കെ അല്ലേ? അതൊക്കെ നമുക്ക് അപ്പം നോക്കാം. ആദ്യം മോൻ പോയി ഫ്രഷ് ആയി വരാൻ നോക്കാം. ശരി മേമ. രാമ, നീ ഇവിടെ നിക്കണമെന്നുള്ളതാണ് നിന്റെ മുത്തശ്ശന്റെ ആഗ്രഹം. പക്ഷേ നീ ഇവിടെ നിക്കരുതെന്നട ഈ ഭാർഗവിയുടെ തീരുമാനം. അര ദിവസം ലീവ് ചോദിക്കാൻ അര ബോട്ടിൽ വെള്ളം കുടിച്ചു തീർത്തോ നീ? ലീവ് കിട്ടുമല്ലോ അല്ലേ? ലീവ് കിട്ടും, പക്ഷേ ചെറിയൊരു പണി ചെയ്യേണ്ടി വരും. അതെന്താ? എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ, സീത നേരെ ക്യാബിനിലേക്ക് പോണം. എന്നിട്ട് അയാളുടെ മുഖത്തിനിട്ട് ഒറ്റയടി. ലീവല്ല, സസ്പെൻഷൻ തന്നെ കിട്ടും. പ്രിയ, പിന്നല്ലാതെ എന്താ? നിനക്ക് തോന്നുന്നുണ്ടോ ലീവ് കിട്ടൂന്ന്? അല്ലെങ്കിൽ തന്നെ ഓവർ ടൈം തരാൻ അയാൾക്ക് ഇഷ്ടം. അങ്ങനെയുള്ളപ്പോ അയാളോട് പോയി ലീവ് ചോദിച്ചാൽ അയാൾ ഇപ്പൊ എടുത്തു തരും നമുക്ക്. രാവിലെ നേരം വൈകിയതിന് തന്നെ ആവശ്യത്തിന് കിട്ടി. ഇതോട് ചോദിച്ചാൽ എന്താവോ എന്തോ. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, നമുക്ക് നോക്കാൻ കിട്ടുവന്ന്. ഇല്ലെങ്കിലോ? ഇല്ലെങ്കി അത് നമുക്ക് അപ്പൊ നോക്കാം. അതിന് ആദ്യം പോയി ലീവ് ചോദിക്ക്. ആ ചെല്ല് ചെല്ല്.
ഭാർഗവി, എന്തായി കാണുന്നേ? പൂജാമുറിയിലെ ദേവി മുമ്പിൽ വന്നിരിക്കുന്നത് പോലുണ്ടല്ലോ. നീ എന്തു വേണമെങ്കിലും ചെയ്തു. എന്തു പറ്റി പറയാൻ പറ്റില്ലേ? നിനക്ക് ഉള്ളിൽ ഇങ്ങനെ ഓരോന്ന് കിടന്ന് തിളച്ച് മറിഞ്ഞിട്ട് വെറുതെ ആലോചിച്ചോണ്ടിരിക്കുക. ഒന്ന് നിർത്തുന്നുണ്ടോ? മേലൊക്കെ പൊള്ളുന്നു. ആകെ ഒരു സമാധാനക്കേട്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലൊന്നുമില്ല. ഭാർഗവി, നീ ലോകത്തിന്റെ മുന്നിൽ എന്ത് നാടകം വേണമെങ്കിലും കളിച്ചോ. പക്ഷെ ഞാൻ നിന്റെ കെട്ടിയവനാണെന്ന് മറക്കണ്ട. നീ എന്തൊക്കെ കാണിച്ചാലും നിന്റെ ലെവൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ലേ. ആ കബോർഡിന്റെ ഉള്ളിൽ ഒരു ബോക്സ് ഉണ്ട്. ഒന്ന് എടുത്തു തരാൻ കഴിയൂ? എന്തായി കാണുന്നേ? എന്തെങ്കിലും തരത്തിലുള്ള ഈ മന്ത്രത്തിന്റെ പരിപാടികൾ വല്ലതുമാണോ? എന്റെ ലെവൽ എന്താണെന്ന് നിനക്കറിയാം. നിന്റെ ലെവൽ എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അച്ഛാ, ബർത്ത്ഡേ പാർട്ടി അറേഞ്ച്മെന്റ്സ് ഒക്കെ ഓക്കെ അല്ലേ? നീ എല്ലാം കണ്ടറിഞ്ഞ് നന്നായിട്ട് ചെയ്തു മോളെ. ഇനി എല്ലാരോടും കൂടി ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇനിയുള്ള സമയവും പരിപാടിയും. അതെന്ത് കാര്യം അച്ഛാ? നിനക്കറിയാവുന്ന കാര്യം തന്നെ. അതെ മോളെ, നീയേ കുറെ കാലമായില്ലേ ഈ വീട്ടിലെ കാര്യവും ഓഫീസിലെ കാര്യവും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു സർപ്രൈസ് വേണ്ടേ? കുറച്ചു നേരം കാത്തിരിക്ക. വീടും കമ്പനിയും ഈ ഭാർഗവിയുടെ കയ്യിലാവാനുള്ള സമയമായി അച്ഛാ. മേ ഐ കം ഇൻ സർ? യെസ് സർ, ഇന്നെന്റെ മോളുടെ ജന്മദിനമാണ്. വെരി ഗുഡ്. ഹാപ്പി ബർത്ത്ഡേ ടു യുവർ ഡോട്ടർ. സർ, സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാന് വീട്ടിലേക്ക് കുറച്ച് നേരത്തെ പോയിക്കോട്ടെ സർ? ഒരു ഹാഫ് ഡേ ലീവ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? വന്നത് തന്നെ ലേറ്റ് ആയിട്ട്, അതിൽ ലീവ് വേറെ. പോയി ജോലി ചെയ്യാൻ നോക്ക്. സർ 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 പ്ലീസ്. ആദ്യം ഓഫീസിലേക്ക് കറക്റ്റ് സമയത്തിന് വരാൻ പഠിക്കേ. ലീവ് ഒക്കെ നമുക്ക് അപ്പം നോക്കാം. സർ, ഭാർഗവി മേഡം ആണല്ലോ വിളിക്കുന്നത്. നമസ്കാരം മേഡം. എല്ലാ പേപ്പറുകളും അവിടെ റെഡിയാണല്ലോ അല്ലേ? അത് റെഡിയാണ് മേഡം. ആരുടെയെങ്കിലും കയ്യിൽ അത് ഇങ്ങോട്ട് കൊടുത്തുവിടും. അതിൽ എനിക്ക് അച്ഛൻ്റെ ഒപ്പ് വാങ്ങാനുള്ളതാണ്. ഏതെങ്കിലും ഒരു ഓർഡിനറി എംപ്ലോയിയുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി. ആർക്കും ഒരു ഡൗട്ട് വരാതെ നോക്കണം. ഓക്കെ മേഡം, ഇപ്പൊ തന്നെ കൊടുത്തു വിടാം. സർ, എനിക്ക് ആകെ ലീവ് വേണ്ടത് ഇന്നൊരൊറ്റ ദിവസം. ഇന്ന് എന്റെ മോളുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണം. അവള് കാത്തിരിക്കും സർ. ഞാൻ വേഗം വരാന്ന് പറഞ്ഞു പോയി. പ്ലീസ് സർ. So, you expect a cakewalk from here? Not allowed. Go back. സർ സർ പ്ലീസ് സർ. സർ, ഇന്നൊരൊറ്റ ദിവസം മാത്രം. എനിക്ക് കുറച്ച് സമാധാനം തരാമോ? ഞാൻ എന്താ പൊട്ടനാണോ? അയ്യോ, അങ്ങനെയല്ല സർ. ഞാനൊരു ഓർഡിനറി എംപ്ലോയി. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് സർ. പ്ലീസ് സർ. ഏതെങ്കിലും ഒരു ഓർഡിനറി എംപ്ലോയിയുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി. ശരി, പക്ഷേ ഒരു കണ്ടീഷൻ. ഈ ഫയലിൽ വലിയ ബോസിന്റെ ഒപ്പ് വേണം. അത് വാങ്ങിയ ശേഷം നീ പൊക്കോ. ശരി സർ. ബോസ് എവിടെയുണ്ടെന്ന് പറയോ? ഞാൻ ഇപ്പൊ തന്നെ സൈൻ വാങ്ങിയിട്ട് വരാം. അവര് വീട്ടിലാ ഉള്ളേ.
വീട് എവിടെയാ? നന്ദി ഹിൽസിലാ. വേഗം പോയി ഒപ്പിട്ട് വാങ്ങിട്ട് വാ. അത്ര ദൂരത്തോ? പിന്നെ നിന്റെ സൗകര്യത്തിന്റെ ബോസിന്റെ വീട് ഇങ്ങോട്ട് മാറ്റി പണിയേണ്ടി വരുമോ? പറ്റില്ലെങ്കിൽ പറഞ്ഞാ മതി. നിന്റെ ഹാഫ് ഡേ ലീവ് ക്യാൻസൽ ആയി. പോയി പണി നോക്ക്. സർ സർ കഴിയും സർ. ഞാൻ സൈൻ വാങ്ങി വരാം സർ. ഭാർഗവി, യു ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. നമുക്കൊരു ഫോട്ടോ എടുത്താലോ? ഫോട്ടോഗ്രാഫർ, ഒരു ഫോട്ടോ എടുത്തേ. അല്ല, എന്തിനാ ഈ നാടകം? ആൽബത്തി വെക്കാലോ. നമ്മുടെ ഈ ലെവലുണ്ടല്ലോ, അടിപൊളിയാണല്ലോ. ടിറ്റ് ഫോർ ടാറ്റ്. ദേഷ്യം തീർക്കുവാണോ നിങ്ങള്? ആർട്ടിഫിഷ്യൽ ആയാലും കുഴപ്പമില്ല. ഈ ലോകത്തിന്റെ മുന്നിൽ നല്ലതുപോലെ ആയാ മതി. പെർഫെക്റ്റ്. എടുക്കാം മോനെ, എടുക്കാം. സോ ബ്യൂട്ടിഫുൾ. ഇപ്പൊ ലേശം സമാധാനമുണ്ട്. ഇതാണ് എന്റെ കൊച്ചുമകൻ ശ്രീറാം. കുറെ കാലമായിട്ട് മലേഷ്യയില. ബൈ ദ വൈ റാം, ഇത് മൈസൂർ സിമന്റ് കമ്പനി ഓണർ മാലിക് അഗസ്ത്യ. ഹായ്. അച്ഛാ, മകനോട് സംസാരിച്ചു നിന്ന് അച്ഛൻ സമയം പോയത് അറിഞ്ഞില്ലല്ലേ? ഗസ്റ്റ് ഒക്കെ കാത്തു നിൽക്കുന്നു. മാത്രമല്ല അച്ഛൻ എന്താ പറയാനുള്ളതെന്നും ചോദിക്കുന്നുണ്ട് അവര്. ആദ്യം കേക്ക് കട്ടിങ്. വാ. Happy birthday to you. സത്യമാമ എപ്പോ എത്തിയടാ രാമ? രാവിലെ എത്തി. മാമ, കേക്ക്. എന്താ വിശേഷം? ഒന്നുകൂടെ ചോദിക്കോ? എന്താ വിശേഷമെന്ന്? വിശേഷമാണോടാ? ഈ വീട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ട് എത്ര വർഷമായെന്നറിയോ? അതൊക്കെ പോട്ടെ, നോക്കടാ, നല്ല വിശേഷം. അപ്പോ എന്താ ഇത്? എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഈ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് അച്ഛൻ എന്തോ എല്ലാവരോടും പറയാനുണ്ടെന്ന്. നീ വെറുതെ ഇങ്ങനെ സംസാരിച്ച് സമയം കളയാൻ നിൽക്കല്ലേ. പിന്നെ സംസാരിക്കാം. അത് കേക്ക് കട്ടിയേ. പിന്നെ സംസാരിക്കാട്ടോ. സിഹി, സിരമ്മ എവിടെയാ? സിഹി, ഞാൻ ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് ഫ്രഷ് ആയി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നിന്നെ കാത്തു നിൽക്കുവാ. വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. നീ ഓഫീസിൽ നിന്ന് ഇറങ്ങിയോ? ഞാനേ ഓഫീസിൽ നിന്ന് ഇറങ്ങി. പക്ഷെ ചെറിയൊരു പണിയോട് തീർക്കാനുണ്ട് മോളെ. വേഗം തീർത്തിട്ട് പെട്ടെന്ന് വരാട്ടോ. എന്ത് പണി? അല്ല മോളെ. ഓ, കേക്ക് വാങ്ങാനാണോ? ഓക്കെ ഓക്കെ, വേഗം വാ. ബൈ. സിഹി, മുത്തശ്ശ, അമ്മ കേക്ക് വാങ്ങാൻ പോയി. അമ്മ വരുമ്പോ തന്നെ കേക്ക് കട്ട് ചെയ്യാലോ. ദൈവം കുഞ്ഞിനെ എത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയല്ലോ. നോക്ക്, അവളുടെ മുന്നിലെ ഇങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. അച്ഛാ, അച്ഛനെന്ത് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തായിരുന്നു പറയാൻ? നോക്ക്, ദേശായ വീടിന് ഇനി വളരെ സന്തോഷമുള്ള ദിനങ്ങളാ.
എന്റെ മകന്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉടൻ ഒരു വിരുന്ന് കിട്ടും. മുത്തശ്ശ എന്താ ഈ പറയുന്നത്? ഈ വർഷം എന്റെ വീട്ടിൽ ഒരു ഉത്സവം ഗ്യാരണ്ടി. ഉടനെ തന്നെ ശ്രീരാമ കല്യാണം നടന്നിരിക്കും. ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാൻ. ഈ വീടിന്റെ കതക് തുറന്ന് വലങ്കാൽ വെച്ച് ഒരു പെൺകുട്ടി കയറി വരും. സീതാരാമ